നിങ്ങൾ അന്ന് ചോദിച്ചിട്ടുണ്ടായില്ലേ ക്ഷീരവികസന വകുപ്പിൽ എന്തൊക്കെ ആനുകൂല്യമുള്ളത് എന്നുള്ളത്. ഇപ്പം എന്തോ ഓൺലൈനോ ക്ഷീരശ്രീയോ അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടോ, ഒന്ന് അന്വേഷിച്ച് നോക്കി നോക്കൂ. നമ്മുടെ ക്ഷീരവികസന വകുപ്പിന്റെ പശുവിനെ വാങ്ങാനോ തൊഴുത്തുണ്ടാക്കാനുള്ളൊരു പരിപാടിയില്ലേ, നമ്മൾ ആ സാക്ഷി പറയാൻ അതിലേക്ക് അപേക്ഷിക്കാനേ എന്ന് നോക്കിയത്. ക്ഷീരവികസന വകുപ്പിന്റെ കർഷകർക്കുള്ള മുഴുവൻ പദ്ധതികളും ക്ഷീരശ്രീ പോർട്ടൽ മുഖേന ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ക്ഷീരശ്രീയിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ലഭിക്കുന്ന സ്മാർട്ട് ഐഡിയും പാസ്വേഡും വെച്ച് വകുപ്പിന്റെ എല്ലാ പദ്ധതികളും അപേക്ഷിക്കാം. അപ്പൊ ഈ തീറ്റപ്പൽ കൃഷി ധനസഹായത്തിന് അപേക്ഷിക്കാൻ പറ്റുമോ? പറ്റും. ഈ വർഷം മുഴുവൻ പദ്ധതികൾ അപേക്ഷിക്കേണ്ടത് ഒരേ സമയത്താണ്. എന്നെ പോലെ വയസ്സായവർ എങ്ങനെയാണ് ഇത് ചെയ്യുക? അടുത്തുള്ള ക്ഷീരസംഘം വഴിയോ അക്ഷയ കേന്ദ്രം വഴിയോ ക്ഷീരവികസന യൂണിറ്റ് വഴിയോ അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ നമുക്ക് ക്ഷീരശ്രീ പോർട്ടലിൽ അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും അപേക്ഷ സമർപ്പിക്കല്ലേ?